السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوة فيها سبحانك اللهم وتحية فيها سلام وآخر دعواهم والحمد لله رب العالمين. آمين 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 يا رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബേ, നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, സലാമുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശിഷ്യ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഖൈറായൊരു പരിഹാരം നിയ്യത്താക്കി നേർച്ചയാക്കി ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും അനുഷ്ഠിച്ച നോമ്പിനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനെല്ലാം അല്ലാഹു മർദിയായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു റബ്ബുൽ ആലമീൻ അതിലൂടെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും വിഷമതകളെയും ഒക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദൂരീകരിച്ച് തരുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉപജീവന വരുമാന മാർഗങ്ങളിലൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളെയും അല്ലാഹു നിറവേറ്റി തരട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെയായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രതിസന്ധികളും വിഷമതകളും പ്രയാസങ്ങളും ഉണ്ടോ അതിനെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാവിധ ഖൈറും അനുഗ്രഹങ്ങളും ബറക്കാത്തുകളെയും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചാരിറ്റി വില്ലേജിലെ ഈ മക്കളോടൊപ്പം വസിയത്തുമായി വന്ന നമ്മുടെ നാട്ടുകാരനും അയൽക്കാരനുമായ ബഹുമാന്യനായ സലീം ഹാജിയുടെ ദേവീസ്യാൻ സലീം ഹാജിയുടെ മകൻ മുനീർ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. സലീം ഹാജിയും മക്കളെയും ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സ്വാലിഹീങ്ങളോടൊപ്പം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേവരെ ചെയ്യുന്ന എല്ലാ നന്മകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ ദിവസം പ്രത്യേകം നെയ്യത്ത് ചെയ്ത് നേർച്ചയാക്കി ഒരാടിനെ കറുത്തുകൊണ്ട് തന്ന അവരുടെ നെയ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ മനസ്സിൽ കരുതിയോ അതിനെയൊക്കെ റഹ്മാനായ റബ്ബിന്റെ മഹദുൽ ഫദ്ലുൽ കൊണ്ട് സഫലമാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് മുനീർ എന്ന സഹോദരന്റെ വിദേശത്തേക്കുള്ള യാത്രയും ജോലിയും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും റാഹത്തും സന്തോഷവും ആക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാ വഴികളെയും അല്ലാഹു ഖൈറാക്കി തീർക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എന്തെല്ലാം തടസ്സങ്ങൾ അതൊക്കെയായിട്ടുണ്ടോ അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ മഹദുൽ ഫദ്ൽ കൊണ്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങളെ നാഥനായ റബ്ബ് തുറന്നു കൊടുക്കട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഇവരുടെ വീട് കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അതുപോലെ തിരുവനന്തപുരം ഉള്ളൂർ അറിയപ്പെടുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരിയുമായ ഡോക്ടർ മുഹമ്മദ് നിസാർ ഉള്ളൂർ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും ഖൈറും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം രോഗബാധിതനായി കുറച്ച് ബുദ്ധിമുട്ടിലായി കിടപ്പിലാണെന്നറിഞ്ഞു. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു റാഹത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
നമ്മളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹായങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കട്ടെ. എല്ലാ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വാതിലുകളും അല്ലാഹു തുറന്നുമാറാകട്ടെ. മക്കളിലും കുടുംബത്തിലും ഒക്കെ എല്ലാ ഹൈറുകളും അല്ലാഹു കൊടുക്കട്ടെ. വീട് കുടുംബം ഒക്കെയായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷമതകളുണ്ടോ അതൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷവും കൊടുക്കുമാറാകട്ടെ. അവശതയും രോഗവും പ്രയാസങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അയൽക്കാരനായ മുഹമ്മദ് ഷാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ ഭാര്യ നജ്മ പുതിയ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവർക്ക് സന്തോഷവും സൗഭാഗ്യവും കൊടുക്കുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു കൂടുതൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പള്ളിക്കൽ സൽമ എന്ന സഹോദരി, അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബർസഖി ജീവിതം ഖൈറാക്കി കൊടുക്കട്ടെ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാർ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സന്തോഷകരമായ പരലോക ജീവിതം അല്ലാഹു നൽകട്ടെ. നാളെ ആഖിറത്തിൽ സജ്ജനങ്ങളോടൊപ്പം അവരെല്ലാവരെയും അല്ലാഹു വിളിക്കുമാറാകട്ടെ. അതുപോലെ ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ ആയുരാരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കാത്തുകളും അല്ലാഹു കൊടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ നികര മേഖലകളും അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. അവരാഗ്രഹിച്ച എല്ലാ വിഷയങ്ങളെയും അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ഒരു ദുആ വസിയത്ത് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളും മനസ്സിൽ കരുതി അതൊക്കെ റഹ്മാനായ റബ്ബ് നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ ആവശ്യങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വെഞ്ഞാറമൂട് ഇയാൻ മുഹമ്മദ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിയവർക്ക് എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാർ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നാളെ ബർസഖി ജീവിതം സന്തോഷകരമായ പരലോകമാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിലും പ്രവാസ ലോകത്തുമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞു ചെയ്തു. അവരുടെ മുഴുവൻ ഹലാലായ ഖുർആനുകളെയും ആഗ്രഹങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആവശ്യങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറകാത്തുകളും നിഅമത്തുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് പ്രത്യേകം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ. ദുആയിലേക്ക് കടക്കുന്നത് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ പല രൂപത്തിൽ സഹകരിച്ചിരുന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ ദുആയിൽ നിന്ന് പങ്കെടുക്കാൻ വന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച ഇന്ന് വളരെ വിഷമത്തോടുകൂടി ഹീമോഗ്ലോബിൻ വളരെ താഴ്ന്ന നിലയിലായി കുറേ ദിവസം ചികിത്സയിലായി കഴിഞ്ഞിരുന്ന സീനത്ത് എന്ന പുല്ലമ്പാറ സ്വദേശിയായ സഹോദരൻ അവർ വീണ്ടും ഒരിക്കൽ കൂടെ പരിശോധനയ്ക്ക് പോയപ്പോൾ പിന്നെയും അവർ മാനസികമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥയിലാണ്. കാരുണ്യവാനായ റബ്ബ് അവരുടെ ആ നിയ്യത്തിനെ കബൂൽ ചെയ്യട്ടെ. വളരെ സാധുക്കളാണ്. ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂട്ടിവെച്ച ആ തുക ഈ സാധുക്കളായ ഈ ചാരിറ്റി വില്ലേജിലെ മക്കളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ട് തന്നിട്ട് ഒരു വീണ്ടും അടുത്ത ദിവസം വരെ പരിശോധനയ്ക്ക് പോകുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഈ സാധുക്കളായ മക്കളോടുള്ള കരുണയുടെ പേരിൽ അവരെ നിയത്ത് ചെയ്തവന്ന ആവശ്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ രോഗത്തിന് അല്ലാഹു പരിപൂർണ ശാന്തി കൊടുക്കട്ടെ, ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആ സഹോദരിയും മക്കളും കുടുംബവും ഒക്കെ ആശങ്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളും ഇല്ലാതെ അല്ലാഹു അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് സന്തോഷകരമായ ആരോഗ്യ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കട്ടെ. എത്രയും വേഗം അതെല്ലാം സന്തോഷകരമായി പൂർത്തിയായി എന്നുള്ള സന്തോഷ വാർത്തയുമായി ഇതേപോലെ ഈ മജ്‌ലിസിൽ വന്ന് പങ്കെടുക്കുന്നത് കാണാൻ കേൾക്കാൻ അല്ലാഹു നമുക്ക് വിധി കൂട്ടട്ടെ. അവരുടെ കുടുംബത്തിന്റെയും അവരുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും ആശങ്ക വിഷമങ്ങളെ പരിപൂർണമായിട്ടും നാഥനായ റബ്ബ് മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ചാരിറ്റി വില്ലേജിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ വിവിധങ്ങളായ രൂപത്തിലൂടെ സഹകരിച്ചവരാണ് നിങ്ങളെല്ലാവരും. എല്ലാ കാര്യങ്ങളും ഒക്കെ ദൈനംദിനം അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നു. കഴിഞ്ഞ റമദാനിന് മുമ്പും ഒക്കെ ആയിട്ട് പൊതുജന സമക്ഷം നമ്മൾ അഭ്യർത്ഥിച്ച ഈ സ്ഥാപനത്തിലെ നമ്മുടെ ഇൻമേറ്റ്സിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നത് ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റായി. ലൈസൻസ് വീണ്ടും 5 വർഷത്തേക്ക് പുതുക്കി കിട്ടണമെങ്കിൽ അതുകൂടെ ചെയ്തേ മതിയാവുകയോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വർഷം അതിന്റെ പണിയിലേക്ക് ഇറങ്ങി വലിയൊരു സാമ്പത്തികം, അതായത് ഈ വർഷം അടുത്ത റമദാൻ വരെ തട്ടിമുട്ടിയാണെങ്കിലും പോകേണ്ടിയിരുന്ന, അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടിയിരുന്ന സാമ്പത്തികം മുഴുവനും ചെലവാക്കിയിട്ടും ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതില്ലാതെ ലൈസൻസും റിന്യൂ ചെയ്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചു പോകാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യത്തിൽ
എല്ലാവരും തന്ന സഹായങ്ങളൊക്കെ ചിലവഴിച്ച് അത് ഏകദേശം 90% പൂർത്തിയാക്കി. ഇനിയും ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ കിട്ടിയതെല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ നിത്യേനയുള്ള ചെലവുകൾക്ക് ഏറെ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സ്ഥാപനമുള്ളത്. ഒരു മാസത്തിൽ ഏകദേശം 9 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ സ്ഥാപനം ഈ ദിവസം ഇന്ന് ഇത്രയും ദിവസമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. വളരെ വിഷമത്തിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് സ്റ്റാഫുകളോട് പറയേണ്ടി വരും, സാലറി ഒന്നും തരാൻ കഴിയുന്ന അവസ്ഥയിലല്ല, ഇൻഷാ അല്ലാഹ് കിട്ടുന്ന മുറയ്ക്ക് എന്തെങ്കിലും തരാം, തീരെ നിവൃത്തിയില്ല ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ നോക്കണം എന്ന് നിർബന്ധിതമായിട്ടുള്ളവർക്ക് അങ്ങനെ നോക്കിയാലും ബുദ്ധിമുട്ടില്ല. കാരണം അത്രമാത്രം ഞെരുക്കം മുമ്പിലെത്തി നിൽക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും വലിയ സമ്പന്നരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ മാസമുള്ള സഹായമോ ഒന്നുമില്ല. സാധാരണക്കാരായ നമ്മുടെ സഹകാരികളായി നാളിതുവരെ നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ സഹായങ്ങളാണ് നമുക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത്. അതുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വലിയ ഞെരുക്കത്തിലെത്തുമ്പോൾ നമ്മുടെ അഭ്യുദയകാംക്ഷികളായ നാളിതുവരെ നമ്മെ സഹായിച്ച എല്ലാവരോടുമായി ഒരിക്കൽ കൂടെ ഒരു അഭ്യർത്ഥന, ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ വ്യക്തിപരവും കുടുംബപരവും ഒക്കെയായ പല രൂപത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാകണം. നാഥനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അർഹമായ പ്രതിഫലം നിങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ടാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ വഴികളെയും അല്ലാഹു ഖൈറിലും ബറക്കത്തിലും ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസത്തേക്ക് തന്നെ ഏകദേശം 30,000 രൂപയാണ് ഈ സ്ഥാപനത്തെ ചെലവ് വരുന്നത്. ഭക്ഷണത്തിനും മരുന്നിനും മറ്റനുബന്ധ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു മാസം വരുന്ന 9 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഏകദേശം 30,000 രൂപ വരും. അത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായ വല്ലാത്തൊരു പ്രതിസന്ധികരമായ സാഹചര്യത്തിൽ നിങ്ങളുടെ അറിവിലുള്ള ആളുകളിലേക്കെല്ലാം ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും നമ്മുടെയൊക്കെ വീടുകൾ കുടുംബങ്ങളൊക്കെയായി ബന്ധപ്പെട്ട പല ചടങ്ങുകൾ, ജനനവും മരണവും സന്തോഷവും ദുഃഖമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറ്റുമെങ്കിൽ ആ പരിപാടികൾ ഈ സ്ഥാപനത്തിലേക്ക് വെച്ചാൽ ആ ഒരു ഫംഗ്ഷനും ആ കുടുംബത്തിൽ നടക്കും. വിളിക്കാവുന്നവരെല്ലാം വിളിക്കുക. അവർക്കൊക്കെ വന്നുകൊണ്ട് ഈ മക്കളോടൊപ്പം ഇവർക്കും കൂടി ഒന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവരോടൊപ്പം സന്തോഷത്തോടെ ആ ഒരു ദിവസത്തെ ചെലവ് ഈ സ്ഥാപനത്തിലേക്ക് എത്തിയാൽ 2 കാര്യവും റാഹത്തായിരിക്കും. അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം ഉണ്ടാകും, വലിയ കരുണയുണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രവാസ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളൊക്കെ നമുക്ക് വലിയൊരു തണലായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥകളും വളരെ വിഷമത്തിലാണ്. ആ പ്രവാസി സഹോദരങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. കച്ചവടക്കാരുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അവരുടെയൊക്കെ അവസ്ഥകളിൽ അള്ളാഹു മാറ്റം കൊടുക്കട്ടെ, ബറക്കത്തും ഐശ്വര്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാടിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അള്ളാഹു അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഹൈറും ബറക്കാത്തുകളും അവർക്ക് നമുക്കുമൊക്കെ അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا.
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واهشرنا غدا في زمرته تحت ظل لوائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا رحم الرحيم يا الله കാരുണ്യവാനായ റഹ്മാനേ ദയാനിധിയായ അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ അനുഗ്രഹീത ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണം അല്ലാഹ് കരുണ്യവാനായ റബ്ബേ റഹ്മാനായ നാഥാ ഞങ്ങൾ ഓതിയ നിന്റെ പരിശുദ്ധ ഖുർആൻ നിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് സലാമുകളെ കബൂലാക്കണേ അല്ലാഹ് നാടുതുവരെ ഞങ്ങൾ ചെയ്ത മുഴുവൻ അഅ്മാലു സ്വാലിഹാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ അതിനെല്ലാം നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തവസ്സുലാക്കി ചോദിക്കുന്നു അല്ലാഹ് പടച്ചവനെ നിങ്ങളുടെ മനസ്സിന്റെ ഹലാലായ ആഗ്രഹങ്ങളെ മുറാദുകളെ നിറവേറ്റണേ അല്ലാഹ് പാപികളാണ് ദോഷികളാണല്ലോ അല്ലാഹ് ഞങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിലും നിന്റെ കാരുണ്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നു റബ്ബേ നിന്റെ മഗ്ഫിറത്തിന്റെ വാതായനത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ചോദിക്കുന്നു അല്ലാഹ് നീ പുറത്തു തരണേ അല്ലാഹ് മാപ്പ് നൽകണേ അല്ലാഹ് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് മർഹമത്ത് നൽകണേ അല്ലാഹ് സ്വർഗ്ഗാവകാശികൾ പെടുത്തണം അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിന്റെ അരികാരിൽ പെടുത്തണേ റബ്ബേ നാളെ പാരത്രിക ലോകത്ത് നിന്റെ പ്രത്യേകമായ സജ്ജനങ്ങളോടൊപ്പം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ് നിന്റെ പ്രത്യേകമായ അടുപ്പം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ ഈ ദുആഇന്റെ മജ്‌ലിസിൽ ഇവിടുത്തെ സഹോദരങ്ങളോടൊപ്പം ഈ സ്ഥാപനത്തിലെ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പം നിഷ്കളങ്കരാണ് റബ്ബേ പാപം എന്നറിയാത്തവരാണ് റഹ്മാനെ അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ പരീക്ഷണാർത്ഥം ജീവിക്കുന്നവരാണ് അല്ലാഹ് നീ അതുകൊണ്ട് തന്നെ അവരോട് കരുണ കാണിക്കുമല്ലോ റബ്ബേ നിഷ്കളങ്കരായി മനസ്സുകളെ നോക്കിക്കൊണ്ട് അല്ലാഹുവേ അവരുടെ നിയ്യാത്തുകളെ നീ കബൂലാക്കണം അല്ലാഹ് പടച്ചവനെ ഇവരോടൊപ്പം ഇന്നത്തെ ദിവസം അവരെ സഹായിച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്തു വസിയ്യത്ത് ചെയ്തു വന്ന പലരും ഈ ദുആയിൽ മണ്ണെത്തിച്ചേർന്നു അല്ലാഹ് അവരോരോരുത്തരും ഈ നാട്ടിലാണ് ഇവിടെയാണ് ഈ മജ്‌ലിസിലെത്തിയിട്ടുണ്ട് വിദേശങ്ങളിലും വിദൂരങ്ങളിലാണ് റബ്ബേ അവരോരോരുത്തരും മനസ്സിൽ കരുതിയ മുറാദുകളെ നീ സഫലമാക്കണം അല്ലാഹ് ആവശ്യങ്ങളെ പൂർത്തീകരിക്കണേ അല്ലാഹ് ആരോഗ്യം ആഫിയത്ത് നൽകണേ അല്ലാഹ് ജീവിത അഭിലാഷങ്ങളെ നിറവേറ്റണേ അല്ലാഹ് സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ നാനാ തുറകളിലൂടെ നൽകണേ അല്ലാഹ് പടച്ചവനെ വരുമാന മാർഗങ്ങളെ ബറക്കത്ത് ചെയ്യണം അല്ലാഹ് കച്ചവടക്കാരെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഈ സ്ഥാപനത്തിലെ സഹോദരങ്ങളെയും മക്കളും ഞങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം ഒരു നോമ്പനുഷ്ഠിച്ചത് കാര്യം നീ അറിയുമല്ലോ റബ്ബേ നേർച്ചയായി ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു നോമ്പനുഷ്ഠിച്ചല്ലോ റബ്ബേ അല്ലാഹുവേ ആ നോമ്പിന്റെ ഉദ്ദേശം നീ അറിയുന്നവനാണ് റഹ്മാനെ അല്ലാഹു വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സ്ഥാപനത്തിന് നീ സഹായിക്കണമല്ലോ ഇന്നേ വരെ നിന്റെ പ്രത്യേകമായ തിരുനോട്ടത്തിൽ നിന്റെ സഹായം കൊണ്ട് മാത്രം പ്രവർത്തിച്ചു പോയ ഈ സ്ഥാപനത്തിന് അല്ലാഹുവേ ഞങ്ങളിൽ ഒരാളിലേക്കും നീ ഏൽപ്പിക്കല്ല അല്ലാഹ് നീ തന്നെ ഏറ്റെടുക്കണം റഹ്മാനെ അല്ലാഹുവേ നിന്റെ മേൽനോട്ടത്തിലായി നിന്റെ സഹായത്തിലായി നിന്റെ ഖബൂലിയത്തിലായി നീ കൊണ്ടുപോകണം അല്ലാഹ് ലോകാവസാനം വരെ 10,000 മനുഷ്യർക്ക് ആശ്വാസവും ആശയും പകരുന്ന സ്ഥാപനമായി ഇതിനെ നീ വളർത്തണേ അല്ലാഹ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതീക്ഷയോടെ വന്നു ചേരുന്ന ആയിരക്കണക്കായ മനുഷ്യരുടെ അഭയസ്ഥാനമാക്കണം അല്ലാഹ് അല്ലാഹുവേ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്ന
എല്ലാ സേവന പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാക്കണേ റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം സദാസമയം ലഭിക്കുന്ന താഴ്വരയായി ഈ കേന്ദ്രത്തിന് നീ മാറ്റണേ അല്ലാ. പടച്ചവനെ, നീയാണ് ബറക്കത്തിന്റെ കേദാരം, നീയാണ് ബറക്കത്തിന്റെ ഉടമസ്ഥൻ റഹ്മാനെ. അല്ലാഹു, ദുനിയാവ് നീയാണ് കൊടുത്തവനല്ലാ. ആരുടെ കൈവശമാണോ നിന്റെ ബറക്കത്ത് നീ നൽകിയിട്ടുള്ളത്, പടച്ചവനെ അവരിവിടേക്ക് നീ കൊണ്ടുവരണേ അല്ലാ. അവരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. അവരുടെ ബറക്കാത്തുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. എല്ലാവിധ ഖൈറും സന്തോഷവും അവർക്ക് ഞങ്ങൾക്കും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളാക്കി മാറ്റാൻ പരിശ്രമിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, അറിവ് കൊണ്ട് ഞങ്ങൾക്ക് കടമപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാർ, പടച്ചവനെ ഇന്നേവരെ ഞങ്ങൾക്കൊരു വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഉപകാരികളായി മാറിയവർ, അവരെവിടെയെല്ലാം ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിലായി അന്ത്യവിശ്രമം കൊള്ളുന്നു, ഇവിടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അധികാരിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നാളെ പരലോകത്ത് നിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദുആ നീ കബൂലാക്കണം അല്ലാ. اللهم ربنا لا تردنا أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.